Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മാജിക്കൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഈ കേക്ക് കുഞ്ഞു മക്കൾക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടമാവും. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് 1/4 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഓൾ പർപ്പസ് ഫ്ലോറ്, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും, ഇത് മൂന്നും ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് നല്ല പോലെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് 2-3 തവണ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ 2 ബനാന കൂടി വേണം. റോബസ്റ്റ ബനാന കയ്യിലുണ്ടെങ്കിൽ അത് മതി. ഇവിടെ ഫിലിപ്പീൻസ് ബനാനയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത്. അത് കൂടി നല്ല പോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം, ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ബനാനനെ ഒന്ന് നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കണം. 2 ബനാനയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല പഴുപ്പ് കൂടിയ ബനാന ആണെങ്കിൽ ആ കേക്കിന് ബനാനൻ്റെ തന്നെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് കൂടി ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ബനാനൻ്റെ സ്മാഷ് ചെയ്ത ഈ മിക്സിയിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയും പഞ്ചസാരയില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് വനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതിനെ നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കാനേ. നമുക്കിത് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നീട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2-3 തവണയായിട്ട് നമുക്ക് ഈ മൈദൻ്റെ കൂട്ടില്ലേ നമ്മളവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ പൗഡർ ഇല്ലേ, ചോക്ലേറ്റ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്, അത് കൂടി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മതി നമുക്കിത് മിക്സ് ചെയ്തത്. ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ബ്രെഡ് ഒക്കെ മേക്ക് ചെയ്തെടുക്കുന്നില്ല ആ ടിന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളത് കുറച്ച് വലിയ ടിന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മേലേക്ക് ഞാൻ ചോക്ലേറ്റ് ക്രഷ് ചെയ്തതില്ലേ അത് കൂടെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് ഓവനിൽ വെച്ച് കൊടുത്തിട്ട് 160 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്കിത് പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാജിക്കൽ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. കേക്ക് ഇഷ്ടപ്പെടുന്ന ആരായാലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു കേക്ക് കൂടിയാണ് ഈ മാജിക്കൽ കേക്കിൻ്റെ റെസിപ്പി. ഇത് ഉണ്ടാക്കിയ പാടന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് മക്കൾക്ക് അയച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ആ ബനാനൻ്റെ ടേസ്റ്റും കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇതിന് തരുന്നുള്ളത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്, എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇത് നമുക്ക്
എയർ ഫ്രയറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെ വെച്ചിട്ടും ചെയ്തെടുക്കാം. സാധാരണ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നില്ലേ, അതേ മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഓവനില്ലാതെ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പീസൊക്കെ മുമ്പിട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.